പത്തനംതിട്ടയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. പത്തനംതിട്ട വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. 14-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് സംഘടനയുടെ തീരുമാനം. എ.വി. ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിൽ ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ഇവർ പ്രതിഷേധ ധർണയും നടത്തിയതിനു ശേഷം അതിൻ്റെ ഭാരവാഹികൾ 24-നോടൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു വീഴ്ചയാണോ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്? തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേകിച്ചും പത്തനംതിട്ട DO ഓഫീസിലെ സ്റ്റാഫുകളുടെ വർഷങ്ങളായിട്ടുള്ള അനാസ്ഥയുടെ ഫലമാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന സംഭവം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുള്ളതുപോലെ അവരെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല തുടർ നടപടികളും അസോസിയേഷൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇന്നത്തെ രേഖകൾ വരെ പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഈ അഡ്മിഷനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഗൂഢതന്ത്രവും കൂടി ഈ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇരിക്കുന്ന അഡ്മിറ്റ്സ് ചാർജ് എടുത്തിട്ട് വെറും 3 മാസങ്ങൾ മാത്രമാകുന്നുള്ളൂ. അപ്പോൾ അവരെ പെൻ നമ്പർ അടക്കം കിട്ടിക്കഴിഞ്ഞാൽ വെറും 2 മാസം. ആ 2 മാസം കൊണ്ട് ആ അധ്യാപിക ചെയ്യേണ്ട മുഴുവൻ നിയമപരമായ ജോലികളും അവർ ചെയ്തു. ഈ ടീച്ചറുടെ 12 വർഷത്തെ അരിയർ മാറിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് വരെ ഈ ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് വരുമ്പോൾ അവർക്ക് 12 വർഷം മുമ്പ് കിട്ടിയിരുന്ന ശമ്പളത്തിൻ്റെ ഈ 12 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അവർ അതിൻ്റെ അരിയറും കണക്കൂട്ടുമ്പോൾ എത്രയോ ഇരട്ടിയാണ് അവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.